പക്ഷെ അതിനകത്ത് ഇപ്പോഴും അന്നത്തെ ദേവസ്വം മന്ത്രിയാണ് കടകംപള്ളി എന്നുള്ളതാണ്. അതിലുപരി ആരോപണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ പോറ്റിക്കെതിരെയുള്ള തെളിവുകൾ പോലെ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെളിവ് ഈ പറഞ്ഞ വ്യക്തിക്കെതിരെ ഇല്ല എന്നുള്ളതാണ്. ആരോപണങ്ങളിൽ തന്നെ നിൽക്കുന്ന ചർച്ചകളിലൂടെയാണ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും, അല്ലെങ്കിൽ ചർച്ചകളൊക്കെ തന്നെയും ആരോപണങ്ങൾ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ കടകംപള്ളിയാണോ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത് എന്ന് വരെ ഉറപ്പില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. അതെ തീർച്ചയായിട്ടും. അതെ, പാർട്ടി നേതൃത്വത്തിൽ വരെ ഇപ്പോൾ ഒരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ട്, സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. കാര്യം കടകംപള്ളി ഇനിയും നിന്നാൽ അവിടെ ഒരു വിജയം, കടകംപള്ളിക്ക് വിജയം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മുഴുവനായുള്ള പാർട്ടി സംവിധാനത്തെ തന്നെ ചിലപ്പോൾ പുറകോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും വലിയ റിസ്ക്കും കൂടെ പാർട്ടി എടുക്കാൻ തയ്യാറാകുമോ എന്നുള്ളത് ഒരു പാർട്ടി കേന്ദ്രങ്ങളൊക്കെ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കടകംപള്ളി അല്ലെങ്കിൽ പോലും ഉറപ്പായിട്ട് ഇത്തവണ BJPക്ക് അവിടെ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജിലൊരു വർധനവ് ഉണ്ടാവാനുള്ള സാഹചര്യം ഉറപ്പായിട്ടും ഉണ്ട്. കഴിഞ്ഞ തവണ 29% വോട്ട് ശതമാനം കിട്ടിയൊരു മണ്ഡലം കൂടിയാണ്. അതൊരു 30-35 മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. പ്രതിപക്ഷത്ത് ഇപ്പോഴും BJP തുടരാനുള്ള സാഹചര്യം കൂടി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്.